ഫ്ലിൻറ്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ബീഹാറിൽ എൻഡിഎയുടെ ഭരണത്തുടർച്ച പ്രവചിച്ചാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വന്നിട്ടുള്ളത്. അവയുടെ ആയുസ് ഏതാനും മണിക്കൂറുകളെ ഉള്ളുവെങ്കിലും അതൊന്ന് വിശകലനം ചെയ്യുന്നത് സംഗതമായിരിക്കുമെന്ന് തോന്നുന്നു. നവംബർ 14 വെള്ളിയാഴ്ച രാവിലെ പെട്ടി തുറക്കുന്നതോടെ സംഗതി പുറത്തു വരും. കഴിഞ്ഞ കുറേ കാലമായി എക്സിറ്റ് പോൾ ഫലങ്ങൾ വളരെ കാര്യമായി തെറ്റാറില്ല. അതിനാൽ ഭൂരിപക്ഷം സർവേകളും പ്രവചിക്കുന്നത് പോലെ എൻഡിഎ ഭരണത്തുടർച്ച നേരിടാനാണ് സാധ്യത. 243 അംഗ നിയമസഭയിൽ എൻഡിഎ 130-ലധികം സീറ്റുകൾ നേടുമെന്ന് പുറത്തുവന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നു. കോൺഗ്രസും തേജസ്വി യാദവിൻ്റെ RJD ഉൾപ്പെടുന്ന മഹാസഖ്യം പരമാവധി നേടുക 108 സീറ്റുകളാവും. എൻഡിഎക്ക് 130-ലധികം സീറ്റുകൾ ലഭിക്കുമെന്ന് പറയുന്നവർ തന്നെ 209 സീറ്റ് വരെ പ്രവചിക്കുന്നുണ്ട്. മഹാസഖ്യത്തിന് പരമാവധി ലഭിക്കുക 49 മുതൽ 108 സീറ്റ് വരെയാണ്. മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ JDU ആയിരിക്കും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നും ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പറയുന്നു. മാട്രിക്സ് IANS കണക്കനുസരിച്ച് എൻഡിഎക്ക് 147 മുതൽ 167 വരെ സീറ്റുകൾ ലഭിക്കും എന്നാണ് പറയുന്നത്. മഹാസഖ്യം നേടുക 70 മുതൽ 90 വരെ സീറ്റുകളാണ്. ജൻ സുരാജ് പാർട്ടിക്ക് പരമാവധി 2 സീറ്റുകൾ. എൻഡിഎക്ക് 130 മുതൽ 138 വരെ സീറ്റുകളാണ് ചാണക്യ സ്ട്രാറ്റജീസ് പ്രവചിക്കുന്നത്. മഹാസഖ്യം 100 മുതൽ 108 വരെയും. ജൻ സുരാജ് പാർട്ടിക്ക് സീറ്റൊന്നും ലഭിക്കില്ലെന്നും ചാണക്യ പറയുന്നു. പോൾ ഡയറിയാണ് എൻഡിഎക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നൽകുന്നത്, 184 മുതൽ 209 വരെ. അവരുടെ കണക്കിൽ മഹാസഖ്യം 32 മുതൽ 49 സീറ്റ് വരെ ലഭിക്കും എന്നാണ്. എൻഡിഎ 133 സീറ്റ് മുതൽ 159 സീറ്റ് വരെ നേടുമെന്നാണ് പീപ്പിൾസ് പൾസ് പ്രവചിക്കുന്നത്. ഇന്ത്യ സഖ്യം 75 മുതൽ 101 സീറ്റ് വരെയും നേടും. JSP 0 മുതൽ 5 വരെ സീറ്റ് നേടുമെന്നും അവർ പറയുന്നുണ്ട്. ടൈംസ് നൗ JVC സർവേ പ്രകാരം എൻഡിഎ 135 മുതൽ 150 സീറ്റ് വരെ നേടുമെന്നാണ് പ്രവചനം. ഇന്ത്യ സഖ്യം 88 മുതൽ 103 സീറ്റ് വരെ നേടുമെന്നും പറയുന്നു. ബീഹാറിൽ മലമറിക്കാൻ വന്ന ഒരു പാർട്ടിയുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിൽ തന്ത്രങ്ങൾ മെനഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിയാണത്. ജൻ സുരാജ് പാർട്ടിയാണ്. വൻ തോൽവി ഏറ്റുവാങ്ങുമെന്ന് എക്സിറ്റ് പോളുകൾ പറയുന്നു. നവംബർ 6 നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ 65.08% പോളിംഗ് ആയിരുന്നു. രണ്ടാം ഘട്ടത്തിൽ 64.14% പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. ഇത് ബീഹാറിൻ്റെ ചരിത്രത്തിലെ റെക്കോർഡ് പോളിംഗ് ആയിരുന്നു എന്നുള്ളതും നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. ഏതാനും വർഷം മുമ്പ് നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുമായി BJP തെറ്റിയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അവർ വീണ്ടും യോജിക്കുകയുണ്ടായി. ലാലു പ്രസാദ് യാദവിൻ്റെയും ഭാര്യ റാബ്രി ദേവിയുടെയും മുഖ്യമന്ത്രി സ്ഥാനങ്ങൾക്ക് ശേഷം പിന്നീട് നിതീഷ് കുമാറിൻ്റെ തേരോട്ടമായിരുന്നു. 2005 നിതീഷ് കുമാറിൻ്റെ 2ാം മന്ത്രിസഭ വന്നത്. 2010-14 നിതീഷിൻ്റെ 3ാം മന്ത്രിസഭ വന്നു. ഇടയ്ക്ക് അല്പകാലം ജിതൻ റാം മാഞ്ചി എന്നൊരാൾ മുഖ്യമന്ത്രിയായിരുന്നു. 2015 നിതീഷ് വീണ്ടും മുഖ്യമന്ത്രിയായി. 2015-17 5ാമതും മുഖ്യമന്ത്രിയായി നിതീഷ് വന്നു. 2017-20 6ാമതാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. 2020-22 7ാമത് മുഖ്യമന്ത്രിയായി അദ്ദേഹം. 2022-24 8ാമതായി. 2024 മുതൽ നാളിതുവരെ അദ്ദേഹം 9ാം തവണ മുഖ്യമന്ത്രിയായി തുടരുകയാണ്. ഇത് ഇനി നിതീഷ് 10ാം തവണ മുഖ്യമന്ത്രിയാകാൻ പോവുകയാണെന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. ബീഹാറിനെ സംബന്ധിച്ച് കഴിഞ്ഞ 2 തവണയായി ഒരു പ്രത്യേകതയുണ്ട്. മുന്നണിയാണെങ്കിലും സാധാരണ ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവായിരിക്കുമല്ലോ മുഖ്യമന്ത്രിയാകുക. എന്നാൽ 2020 NDA സഖ്യത്തിലെ BJPക്ക് 74 സീറ്റുണ്ടായിരുന്നു. JDUവിന് 43 സീറ്റേ ഉണ്ടായിരുന്നു. പക്ഷേ നിതീഷ് മുഖ്യമന്ത്രിയായി. 22 കാലത്ത് സംഗതി കുഴഞ്ഞു മറിഞ്ഞിട്ടും നിതീഷ് തന്നെയായിരുന്നു അന്നത്തെയും മുഖ്യമന്ത്രിയുടെ താരം. ചില അംഗങ്ങളുടെ കൂറുമാറ്റത്തെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും അടിസ്ഥാനത്തിൽ നിതീഷ് NDA വിട്ട് കോൺഗ്രസ് RJD സഖ്യത്തോടൊപ്പം ചേർന്നു. അങ്ങനെ വീണ്ടും മുഖ്യമന്ത്രിയായി. രാഷ്ട്രീയ പ്രതിസന്ധിയെ തുടർന്ന് 2024 സംഗതി മാറുമെന്ന് എല്ലാവരും കരുതിയിരുന്നെങ്കിലും അവിടെയും നിതീഷ് രാഷ്ട്രീയ ചാണക്യനായി മാറുന്നതാണ് നാം കണ്ടത്. നിതീഷ് വീണ്ടും BJP മുന്നണിയിലേക്ക് ചേക്കേറി. അപ്പോഴും BJPക്കായിരുന്നു കൂടുതൽ സീറ്റ്, ഏതാണ്ട് 78 സീറ്റ്. JDUവിന് 45 സീറ്റേ ഉള്ളുവെങ്കിലും നിതീഷ് മുഖ്യമന്ത്രിയായി. ഇത്തവണ NDA സഖ്യത്തിലെ സീറ്റ് ധാരണയിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. JDUവും BJPയും തുല്യ സീറ്റുകളിലാണ് മത്സരിച്ചത്, 101 സീറ്റ് വീതം. മറ്റൊരു സഖ്യകക്ഷിയായ ചിരാഗ് പാസ്വാൻ്റെ പാർട്ടിയായ LJP 29 സീറ്റിലും മറ്റ് 2 തുക്കട പാർട്ടികൾ 6 സീറ്റിൽ വീതവും മത്സരിച്ചു. ഇത്തവണ ഓരോ പാർട്ടികൾക്കും എത്ര സീറ്റ് ലഭിക്കുമെന്നും ആര് മുഖ്യമന്ത്രിയാകുമെന്നും
നവംബർ 14 അറിയും. എന്തായാലും നിതീഷ് കുമാർ മുഖ്യമന്ത്രി കുപ്പായം അത്ര പെട്ടെന്ന് ഊരി മറ്റാർക്കെങ്കിലും കൈമാറുമെന്ന് കരുതുക വയ്യ.